KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം 2 തവണ വീതം ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഈ ഇമേജിന് 2 ഫ്രെയിം മാത്രമാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. ഈ ഇമേജിന്റെ തന്നെ രണ്ടാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇത് 3 ഫ്രെയിം ഉള്ള ഇമേജ് ആക്കി മാറ്റുക. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള ഇമേജ് ലെയറുകളിലും ക്ലിക്ക് ചെയ്ത് 2-3 ഫ്രെയിമുകൾ വീതം ആക്കി മാറ്റുക. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലാസിക് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. സൂം ഔട്ട് സെലക്ട് ചെയ്യുക. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളുടെയും സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും സൂം ഔട്ട് എന്ന ഈ എഫക്റ്റ് തന്നെയാണ് നൽകേണ്ടത്. അതിനായി അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും സൂം ഔട്ട് അപ്ലൈഡ് ആയിട്ടുണ്ട്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ക്ലിപ്പ് ഗ്രാഫിക്സിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സിനായി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും ഇൻട്രോ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും മോഡേൺ കളക്ഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ഇമേജിന്റെ 3 ഫ്രെയിമുകളുള്ള ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. മോഡേൺ കളക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള 8 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 7ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് നൽകാം. ടൈറ്റിൽ ടെക്സ്റ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ടെക്സ്റ്റുകൾ ഒന്നും തന്നെ വേണ്ട എങ്കിൽ ഈ സ്പേസ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതിയാകും. ഈ രീതിയിൽ ബാക്കിയുള്ള 3 ഫ്രെയിം വരുന്ന ഇമേജുകളെല്ലാം ഒന്നൊന്നായി സെലക്ട് ചെയ്ത് മോഡേൺ കളക്ഷനിൽ നിന്നും 7ാമത്തെ എഫക്റ്റ് മാത്രം സെലക്ട് ചെയ്ത് നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. വീഡിയോയ്ക്ക് വേണ്ട ഒരു ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും ഇമേജ് ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.